യേശു ക്രിസ്തുവിനെക്കുറിച്ച് യഹൂദന്മാരും ക്രൈസ്തവരും മുസ്ലിങ്ങളും വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത്. ഈ മൂന്ന് പാരമ്പര്യങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നിഷേധങ്ങളില്ല. ഒന്നാമത്, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്, ഒരു ഹിസ്റ്റോറിക് ഫിഗറാണ്. അതായത് യേശു ക്രിസ്തു ജനിച്ച വിധത്തെക്കുറിച്ച്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതിനെക്കുറിച്ച്, യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ മൂന്ന് പാരമ്പര്യങ്ങൾക്കും സംശയങ്ങൾ ഒന്നുമില്ല. രണ്ടാമത്, ഈ മൂന്ന് പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു യഹൂദനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പരിപൂർണമായും യഹൂദ രക്തത്തിൽ പിറന്ന ഒരു യഹൂദനായിരുന്നു യേശു ക്രിസ്തുവെന്ന് ഈ മൂന്ന് പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നു. മൂന്നാമതായി, യഹൂദന്മാരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു ഒരു യഹൂദ റബ്ബി ആയിരുന്നു, ഒരു ടീച്ചർ, ഒരു ഗുരു ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. യേശു ക്രിസ്തു വളരെയധികം പഠിപ്പീരുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഈ മൂന്ന് ട്രഡീഷൻസും വിശ്വസിക്കുകയാണ്. ഇനിയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രം വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളിൽ യഹൂദന്മാർ പങ്കുചേരുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കന്യകാ ജനനമാണ്. യേശു ക്രിസ്തു മറിയത്തിൽ, അതായത് വിവാഹം കഴിക്കാത്ത കന്യകയായിരുന്ന മറിയത്തിൽ ഭൂജാതനായി എന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പാപരഹിത ജനനം, യേശു ക്രിസ്തു ജനിച്ച സമയത്ത് പാപമില്ലാത്തവനായി ജനിച്ചുവെന്ന് മുസ്ലിങ്ങളും ക്രൈസ്തവരും വിശ്വസിക്കുന്നു. രണ്ടാമതായി, ഈ രണ്ട് പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളാണ്. യേശു ക്രിസ്തു ഒരു മിറക്കിൾ വർക്കറായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്ത് അനേക രോഗികളെ സൗഖ്യമാക്കി യഹൂദ നാട്ടിലൂടെ സഞ്ചരിച്ചു ശുശ്രൂഷ ചെയ്തു എന്ന് ഈ രണ്ട് പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നു. മൂന്നാമതായി, മുസ്ലിങ്ങളും ക്രൈസ്തവരും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമല്ല, മറ്റുള്ള എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ശ്രേഷ്ഠനാണ് എന്ന് ഈ രണ്ട് പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നു. നാലാമതായി, ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന കാര്യമാണ് യേശു ക്രിസ്തു മശിഹ ആയിരുന്നുവെന്ന്. യഹൂദന്മാർ കാത്തിരുന്ന പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങളിലൂടെ യഹൂദന്മാർ മനസ്സിലാക്കി കാത്തിരുന്ന ആ മശിഹ അഥവാ അഭിഷക്തൻ, യഹൂദന്മാരെ രക്ഷിക്കുവാനിരിക്കുന്ന അഭിഷക്തനായ മശിഹയാണ് യേശു ക്രിസ്തു എന്ന് ഈ രണ്ട് പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നു. അഞ്ചാമതായി, സുവിശേഷത്തിലൂടെ നറേറ്റ് ചെയ്തിരിക്കുന്ന യേശു കർത്താവിൻ്റെ ജീവിത പ്രവർത്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ലൈഫ് ആൻഡ് വർക്കിനെക്കുറിച്ച് ഈ രണ്ട് പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തതായി, മുസ്ലിങ്ങളും ക്രൈസ്തവരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു രണ്ടാമത് വീണ്ടും ഇവിടെ മടങ്ങി വരും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ഉദ്ദേശം ഈ രണ്ട് ട്രഡീഷൻസിലും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മടങ്ങി വരുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനായി ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെ തകിടം മറിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്നും തന്നിൽ ജീവിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്ന ഒരു പദ്ധതി വെളിപ്പെടുമെന്നും ക്രൈസ്തവർ വിശ്വസിക്കുകയാണ്. അതുമാത്രമല്ല, യഹൂദന്മാരുടെ മശിഹയായി, അക്ഷരാർത്ഥത്തിൽ യഹൂദന്മാർ അംഗീകരിക്കുന്ന മശിഹയായി യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ വാഴ്ച തുടങ്ങും എന്നും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ക്രൈസ്തവർ വിശ്വസിക്കുന്നു. എന്നാൽ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടാമത് വരും, എന്നാൽ മഹ്ദിയോടുകൂടെ ചേർന്ന് എതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ചതിന് ശേഷം ഏകദൈവ വിശ്വാസത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരിക്കും യേശു ഈ ഭൂമിയിൽ വരുന്നതെന്ന് മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ അവർ അംഗീകരിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളും യഹൂദന്മാരും ഒരുപോലെ തന്നെ ഡിനൈ ചെയ്യുന്ന, അവർ വിശ്വസിക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, യേശു ക്രിസ്തു സൺ ഓഫ് ഗോഡ് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, ദൈവവുമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ദൈവം എന്നുള്ള ബന്ധത്തിന് അപ്പുറമായി ഒരു ബന്ധവും യേശു ക്രിസ്തുവും പിതാവും തമ്മിലില്ല എന്ന് ഈ രണ്ട് ട്രഡീഷൻസും വിശ്വസിക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ രണ്ട് പാരമ്പര്യങ്ങളും ഒരുപോലെ ഡിനൈ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയാണ്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഏതെങ്കിലും ദൈവത്വം യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്ന് ഈ രണ്ട് മതങ്ങളും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും യഹൂദ മതം വിശ്വസിക്കുന്നതും ഇസ്ലാം മതം വിശ്വസിക്കാത്തതുമായ ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ക്രൂശിതനായി എന്നുള്ളത്, അല്ലെങ്കിൽ യഹൂദന്മാർ തന്നെ യേശു ക്രിസ്തുവിനെ ക്രൂശിലേക്ക് നയിച്ചു എന്നുള്ളത് യഹൂദന്മാർ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ
മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം യഥാർത്ഥമായും ഈ ഭൂമിയിൽ നടന്നുവെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന് പകരമായി മറ്റാരോ ആണ് മരിച്ചതെന്നാണ്, അല്ലെങ്കിൽ ക്രൂശീകരിക്കപ്പെട്ടതെന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇസ്ലാം മതവും യഹൂദ മതവും യേശുക്രിസ്തുവിൻ്റെ ചില കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ അവർ പരിപൂർണമായും ഒരുമിച്ച് നിഷേധിക്കുകയാണ്. ഇസ്ലാം മതം മാത്രം വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്, യഹൂദ മതം മാത്രം വിശ്വസിക്കുന്ന കാര്യമുണ്ട്. എന്നാൽ ക്രിസ്തീയ മാർഗവും യഹൂദ മതവും ഇസ്ലാം മതവും ഒരുപോലെ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യേശു ഒരു യഹൂദനായിരുന്നുവെന്നും യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായി ഈ ഭൂമിയിൽ വാണിരുന്നുവെന്നും യേശുക്രിസ്തു ഒരു യഹൂദ ടീച്ചറായിരുന്നുവെന്നും ഈ 3 ട്രഡീഷൻസും വിശ്വസിക്കുകയാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശു തന്നെ ആരായി വിശ്വസിച്ചു, ആരായിട്ടാണ് യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഒന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അതായത് ഒരു മനുഷ്യന് ആത്മീയമായി ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണെന്ന് യേശു അവകാശപ്പെടുകയാണ്. യോഹന്നാൻ 8:12 യേശു കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതായത് ഈ ഭൂമിയിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ, എ സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ, നിത്യതയുടെ പ്രകാശം ആർക്കെങ്കിലും ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് വിമോചനം ആവശ്യമുണ്ടെങ്കിൽ അവൻ എത്തിപ്പിടിക്കേണ്ട, തല ഉയർത്തി നോക്കേണ്ട ആ വെളിച്ചമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണെന്ന് യേശു പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഞാൻ വാതിലാകുന്നു എന്നുള്ളതാണ്. എന്തിൻ്റെ വാതിലാണ്? നിത്യജീവൻ്റെ വാതിൽ. നിത്യജീവൻ എന്ന് പറയുന്ന ആഫ്റ്റർ ലൈഫിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ഒരു മനുഷ്യന് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് യേശുക്രിസ്തു പറയുകയാണ്. യോഹന്നാൻ 10:11 യേശു കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ എന്ന് പറയുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ഇടയൻ. അതുമാത്രമല്ല, ആടുകൾക്ക് വേണ്ടി, അതായത് മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകുന്ന ഇടയനായി യേശുക്രിസ്തു തന്നെ അവതരിപ്പിക്കുകയാണ്. യോഹന്നാൻ 11:25 യേശു കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അതായത് നിത്യജീവൻ്റെ സോഴ്സാണ് യേശു കർത്താവ്. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നിത്യജീവൻ ഒരാൾക്ക് പ്രാപിക്കുവാൻ സാധ്യമാകുമെന്ന് യേശുക്രിസ്തു അവകാശപ്പെടുകയാണ്. യോഹന്നാൻ 14:6-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതായത് പിതാവായ ദൈവത്തിങ്കിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ഏക വഴി എന്ന് പറയുന്നത്, ഏക വഴി, ദി വേ, ദ ലൈഫ്, ദ ട്രൂത്ത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണെന്ന് യേശു കർത്താവ് തൻ്റെ വാക്കിലൂടെ ഉറപ്പ് നൽകുകയാണ്. ഇനിയും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ ആരാണ് യേശു തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിതാവും യേശുവും തമ്മിലുള്ള ബന്ധത്തെ ഒരു സസ്പെൻസായിട്ട്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ആയിട്ട്, നിഗൂഢമായ ഒരു കാര്യമായി യേശു അതിനെ മറച്ചു വെച്ചില്ല. യേശു അതിനെ വളരെ സുതാര്യമായി യേശുവിൻ്റെ വാക്കിലൂടെ തന്നെ യേശു അത് അവതരിപ്പിച്ചു, അത് വെളിപ്പെടുത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനും പിതാവായ ദൈവവും ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. യോഹന്നാൻ 14:9 യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളത് യേശു കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യോഹന്നാൻ 8:58 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്നുള്ളത് യേശു കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമാണ്. യേശു കർത്താവിൻ്റെ നിത്യമായ എക്സിസ്റ്റൻസിനെക്കുറിച്ച്, യേശു കർത്താവിൻ്റെ നിത്യമായ ജീവനെക്കുറിച്ച്, യേശു കർത്താവിൻ്റെ നിത്യമായ വാസത്തെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു വചനമാണത്. മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലെ പാപങ്ങളെ വിധിക്കുവാനുള്ള, അല്ലെങ്കിൽ അതിനെ വിസ്തരിക്കുവാനുള്ള, ഈ ഭൂമിയിലെ മനുഷ്യർ പിതാവായ ദൈവത്തോട് ചെയ്തിട്ടുള്ള സകല പാപങ്ങളെയും വിധിക്കുവാനും വിസ്തരിക്കുവാനുമുള്ള അവകാശം യേശു ക്രിസ്തുവിനുണ്ട് എന്നുള്ളത് യേശു കർത്താവ് അവിടെ പറയുകയാണ്. അതുമാത്രമല്ല, പാപത്തെ ക്ഷമിക്കുവാനുള്ള അധികാരവും യേശു കർത്താവിനുണ്ട് എന്ന് യേശു കർത്താവ് ആ ഒരു വേദഭാഗത്തിൽ മാത്രമല്ല, ആവർത്തിച്ച് പാപികളെ ക്ഷമിച്ചതിലൂടെ യേശു കർത്താവ് പറയുകയാണ്. അതുമാത്രമല്ല, അന്ത്യകാലത്ത് ഏറ്റവും അവസാനം സകലത്തിൻ്റെയും ഒടുവിൽ ലോകത്തെ വിധിക്കുവാനുള്ള അധികാരവും യേശു കർത്താവിനുള്ളതെന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്, തന്നെ വിളിക്കുവാനായി യേശു ഉപയോഗിച്ചിട്ടുള്ള നാമം എന്ന് പറയുന്നത് സൺ ഓഫ് മാൻ എന്നുള്ളതാണ്, മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ എന്ന് പറയുന്ന സമയത്ത് യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം അവരുടെ മശിഹയാണ്. കഷ്ടതയിലൂടെ കടന്നുപോയി മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യപുത്രനായി യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുക, മരിക്കുക, ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, എന്നാൽ മഹത്വത്തോടുകൂടെയും തേജസ്സോടുകൂടിയും ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി സകല അധികാരങ്ങളോടുകൂടിയും രണ്ടാമത് മടങ്ങി വരുന്ന മനുഷ്യപുത്രനായും യേശു കർത്താവ് തന്നെ സ്ഥാപിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അതിനെ ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുകയാണ്. പാപികളുടെ സ്നേഹിതനായി തന്നെ പല പ്രാവശ്യം യേശു കർത്താവ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് രാജാവാണെന്ന് നമ്മൾ വളരെ വ്യക്തമായി യേശു കർത്താവിൻ്റെ വാക്കിലൂടെ തന്നെ മനസ്സിലാക്കുന്നു. തൻ്റെ ജീവിത ഉദ്ദേശം എന്താണെന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. താൻ ഈ ഭൂമിയിൽ വന്നത് സെർവ് ചെയ്യുവാനാണ്, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുമാത്രമല്ല, ഈ ഭൂമിയിൽ പാപികളായവർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുന്നതിന് വേണ്ടിയാണ്. പാപികൾക്ക് പകരക്കാരനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുന്നതിന് വേണ്ടി, യാഗമാകുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതെന്ന് യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദൈവരാജ്യ സ്ഥാപനമാണെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും യേശു കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യേശു കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? യേശു കർത്താവ് യഹൂദന്മാരുടെ ശബത്തിലും യേശു കർത്താവ് യഹൂദന്മാരുടെ ആലയത്തെക്കാളും വലിയവനാണെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് തൻ്റെ വാക്കിലൂടെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സകല ശക്തിയോടും മഹത്വത്തോടും തേജസ്സോടും കൂടെ യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വരും എന്നുള്ളത് തന്നെയാണ്. യഹൂദ മതവും ഇസ്ലാം മതവും ക്രൈസ്തവ മാർഗവും ഒരുപോലെ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് സമ്മതിക്കുന്നു. യേശു ഒരു യഹൂദനായ റബ്ബിയാണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ അതിലേറെയാണ് യേശു കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നാം കൂടുതലായി മനസ്സിലാക്കുന്നത് യേശു കർത്താവിൻ്റെ വാക്കിലൂടെയാണ്. യേശു കർത്താവിൻ്റെ വാക്കുകളെ നേരിട്ടെഴുതിയിട്ടുള്ള സുവിശേഷങ്ങളെ ഇസ്ലാം മതം അംഗീകരിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ പല മഹാന്മാരും അവരുടെ പഠന വിധേയമാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ്. യേശു കർത്താവിനെക്കുറിച്ച് ഈ 4 സുവിശേഷങ്ങളിൽ മാത്രമല്ല എഴുതിയിട്ടുള്ളത്. ബൈബിളിലെ 66 പുസ്തകങ്ങളിലും ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രാവചനികമായും യാഥാർത്ഥ്യത്തിലും അക്ഷരാർത്ഥത്തിലും എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേറെയാണ് യേശു കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ മാത്രമായിരുന്നില്ല, യഹൂദന്മാരുടെ മശിഹ മാത്രമായിരുന്നില്ല, ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല. എന്നാൽ പിതാവിനൊപ്പം നിത്യമായി വസിക്കുന്ന, പിതാവിൻ്റെ സ്വഭാവം ഷെയർ ചെയ്യുന്ന, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയത്തക്ക രീതിയിൽ തൻ്റെ ദൈവത്വം, തൻ്റെ ഡിവിനിറ്റി വെളിപ്പെടുത്തി പിതാവിൻ്റെ പുത്രനായി, ദ സൺ ഓഫ് ഗോഡായി യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. ആ ദൈവപുത്രനാണ് ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുവാൻ പോകുന്നത്. യേശു കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല വരുന്നത്, അത് ഏതെങ്കിലും ഒരു ജനത്തിന് വേണ്ടിയല്ല വരുന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവസന്നിധി നിരപ്പ് പ്രാപിച്ച സകലരെയും രക്ഷിക്കുന്നതിനു വേണ്ടിയും തൻ്റെ രാജ്യത്തിൽ ആക്കുന്നതിനു വേണ്ടിയും അവരോടുകൂടെ വാഴുന്നതിനു വേണ്ടിയും, അത് യഹൂദന്മാരാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ക്രൈസ്തവരാകട്ടെ, ഹൈന്ദവരാകട്ടെ, ഈ ഭൂമിയിൽ ആൺ പെൺ അടിമ ഉടമ വ്യത്യാസമില്ലാതെ, ദരിദ്രൻ ധനവാൻ എന്നുള്ള വ്യത്യാസമില്ലാതെ, കുടിൽ കൊട്ടാരത്തിൽ വസിക്കുന്നവൻ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരു നിത്യരാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ സമയമായി. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നാം കേൾക്കുന്ന സമയത്ത് കാത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ നിത്യമായി സ്ഥാപിക്കുന്നതിനു വേണ്ടി സകല മഹത്വത്തോടുകൂടിയും തേജസ്സോടുകൂടിയും ശക്തിയോടുകൂടിയും യേശു ക്രിസ്തു വെളിപ്പെടുവാൻ സമയമായി എന്നുള്ളതാണ്. നാം ആ മാറ്റുലികളാണ് നമ്മൾ കേൾക്കുന്നത്. യേശു കർത്താവിൻ്റെ വരവിൻ്റെ കാലച്ചകളാണ് യുദ്ധത്തിലൂടെയും ക്ഷാമത്തിലൂടെയും ജാതികളുടെ കലഹത്തിലൂടെയും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അവസരമുണ്ട്. ഒന്നുകിൽ യേശു കർത്താവിനെ അംഗീകരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ യേശു കർത്താവിനെ തിരസ്കരിക്കാം. ചോയ്സ് നമ്മുടേതാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ മനോഹരമായൊരു വാക്യമുണ്ട്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് തങ്ങളുടെ ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ഉള്ളിൽ വന്ന് അവരോട് കൂടെ ഞാൻ അത്താഴം കഴിക്കും എന്നുള്ളത് തന്നെയാണ്.
നിങ്ങളുടെ ജീവിതം ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ ഈ ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിത്യജീവനിലേക്ക് ഈ ഭൂമിയിൽ തന്നെ പ്രവേശിക്കുവാനായി നമുക്ക് അവസരം ഉണ്ടാവുകയാണ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാനും യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനും യേശു ക്രിസ്തുവിനെ സ്തുതിക്കുവാനും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് അവകാശവും അധികാരവും ഉണ്ടാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട്. അതുമാത്രമല്ല, അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കൾ ആകുവാനുള്ള അധികാരവും ലഭ്യമാവുകയാണ്.